ഇവിടെ സ്വാഗത പ്രസംഗം ആശംസിച്ചവർ, കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറി, എല്ലാവരും, ഇന്നിവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന മിസ്റ്റർ സജി ജേക്കബ്, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന തേവലക്കര വൈദ്യൻ കുടുംബാംഗങ്ങളെ, ആദ്യം തന്നെ ഇത്ര അധികം ആളുകൾ ഈ സംരംഭത്തിൽ പങ്കാളികളായി ഈ മഹായോഗം ഇത്ര വലിയ വിജയമാക്കിയതിൽ വന്നു ചേർന്ന എല്ലാവരെയും ഇതിൻ്റെ സംഘാടകരെയും ഞാൻ അനുമോദിക്കുകയാണ്. ഇത്രയധികം ജനങ്ങൾ ഇവിടെ ഒത്തുകൂടിയത് നിങ്ങൾ രാവിലെ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞു കാണും. ഇന്ന് ലോക ജനസംഖ്യാ ദിനമാണ്. ജനസംഖ്യാ ദിനമാണ്. ഈ ലോക ജനസംഖ്യാ ദിനത്തിൽ ഇത്രയധികം ജനം കുടുംബയോഗത്തിൻ്റെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ ഇവിടെ ഈ പാരിഷ് ഹാളിൽ ഒത്തുകൂടിയപ്പോൾ അത് വലിയ ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ആണ് ഇവിടെ ആദ്യം പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ അവസാനം പറഞ്ഞു നിർത്തിയത് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിലേക്ക് നമ്മൾ പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞാണ് ആ പ്രാർത്ഥന അവസാനിപ്പിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ശ്രദ്ധിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ അബ്രഹാമിനോട് ഈ ലോക ജനസംഖ്യ നമ്മൾ ആഘോഷിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. അതെന്തായിരുന്നു? കൃഷ്ണൻ നമ്പൂതിരിയോട് കൊടുത്ത പോലെ ഒരു വാഗ്ദാനമായിരിക്കണം അബ്രഹാമിനോടും ദൈവം കൊടുത്തത്. എന്താണ്? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽത്തീരത്തെ മണൽത്തരിയിൽ പോലെ ഈ ലോകം മുഴുവൻ നിന്റെ സന്താനങ്ങളെ കൊണ്ട് നിറയും. ഏതാണ്ട് അതേ രീതിയിലുള്ളൊരു സംഗതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുടുംബചരിത്രത്തിൽ പറഞ്ഞു 1673 മുതൽ നടന്ന അത്ഭുതകരമായ ഒരു യാത്ര, വിശ്വാസത്തിൻ്റെതായ യാത്ര, വിശ്വാസ സ്വീകരണത്തിൻ്റെതായ യാത്ര, അതിനുശേഷം അതിവിദഗ്ധമായ തൊഴിൽ മേന്മ പുലർത്തുന്ന പലരുടെയും ജീവിതയാത്ര. അതിലൂടെ ഈ കുടുംബം തലമുറകളിലായി പടർന്ന് പന്തലിച്ച് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് 500 കുടുംബങ്ങളായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ഈ കുടുംബത്തെയും ഈ കുടുംബത്തിൻ്റെ ആദ്യ സന്താനങ്ങളെയും എല്ലാം അനുഗ്രഹിച്ച് ഇന്നും നിലനിൽക്കുന്ന പരസ്പര ബന്ധത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും പ്രതീകങ്ങളായിട്ട് ഈ കുടുംബയോഗ സദസ്സായിട്ട് ഇന്നിവിടെ ഒരു സമ്മേളനമായിട്ട് നിങ്ങൾ ചേർന്നിരിക്കുന്നു. എനിക്ക് നിങ്ങളുടെ ഈ കുടുംബസയോഗ സദസ്സിൽ പങ്കെടുക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്. കാരണം ഞാൻ വളരെയധികം കേട്ടിട്ടുള്ള, വളരെയധികം പരിചയപ്പെട്ടിട്ടുള്ള ധാരാളം ആളുകൾ അടങ്ങുന്ന ഒരു കുടുംബമാണ് തേവലക്കര വൈദ്യൻ കുടുംബം. വളരെ കാലം എൻ്റെ ഭാര്യ, എൻ്റെ വിവാഹശേഷം ആദ്യം ഞാൻ ഏറ്റവും അടുത്ത് ഈ കുടുംബത്തെ പരിചയപ്പെടുന്നത് എൻ്റെ ഭാര്യയിലൂടെയാണ്. എൻ്റെ ഭാര്യയുടെ അമ്മ, എൻ്റെ അമ്മായി അമ്മ അയിരൂർ ചെറുകര കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ അമ്മായിമ്മ റബേക്കായുടെ എൽഡസ്റ്റ് സഹോദരി മറിയാമ്മ ഈ കുടുംബത്തിൽ കല്യാണം കഴിച്ച് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഭാര്യയുടെ ഫസ്റ്റ് കസിൻസ് ധാരാളം ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ കാലം മുതൽ തന്നെ ഈ കുടുംബത്തെ അറിയാം. ഞാൻ കുടുംബത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ തയ്യിൽ അലക്സാണ്ടർ വൈദ്യൻ, TK അലക്സാണ്ടർ. അദ്ദേഹം മജിസ്ട്രേറ്റ് ആയിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് 1920-1921 വർഷങ്ങളിൽ അദ്ദേഹം മജിസ്ട്രേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, അവരെല്ലാവരും ഇപ്പോഴില്ല, മരിച്ചുപോയി. എൻ്റെ ഭാര്യയുടെ ഫസ്റ്റ് കസിൻസ് അവർ ദാസിച്ചായും അനിച്ചായും. ഒരാൾ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ജനറൽ മാനേജറായിരുന്നു, മറ്റേത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ചീഫ് എഞ്ചിനീയറായിരുന്നു. അപ്പോൾ അവരുടെ മക്കളെയൊക്കെ എനിക്കിപ്പോഴും നല്ല പരിചയമാണ്. അതിലൊരാൾ ഞാനിവിടെ വരുമ്പോൾ എന്നെ വിളിച്ച് ആശംസിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ചെറുപ്പം മുതൽ അതിൽ ദാസിച്ച കല്യാണം കഴിച്ചിരിക്കുന്ന എൻ്റെ വീട്ടിൽ നിന്നാണ്, എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. റാന്നി കുരുടാമണ്ണിൽ കുടുംബത്തിൽ നിന്നാണ് ദാസിച്ച കല്യാണം കഴിച്ചത്. മോളിയമ്മച്ച് ഇപ്പോഴും ആലുവയിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ കുടുംബമായിട്ട് വളരെ ബന്ധമാണ്. അതുപോലെ മനോജിൻ്റെ സഹോദരി ഇപ്പോൾ എൻ്റെ അയൽക്കാരിയാണ്. എൻ്റെ റാന്നിയിലെ വീടിൻ്റെ അടുത്ത വീട്ടിലാണ് മനോജിൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചയച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിരിക്കുന്ന പലരുടെയും ഇപ്പം തന്നെ ഞാൻ അവിടെ ഇറങ്ങിയ 2 മിനിറ്റിനുള്ളിൽ ഞാൻ പോർച്ചിൽ നിന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ പലരുടെയും നിരവധി വീടുകൾ ഞങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ അവർ അനുസ്മരിക്കുകയുണ്ടായി. അങ്ങനെ കഴിഞ്ഞ 100-200 വർഷങ്ങളായിട്ട്
കേരളത്തിലെ എല്ലാ കുടുംബങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു കുടുംബമാണ് തേവലക്കര വൈദ്യൻ കുടുംബം. ഇവിടെയെല്ലാം അങ്ങനെയുള്ള ധാരാളം പേരെ പരിചയപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. കുടുംബമായിട്ട് മാത്രമല്ല, ഞാൻ ട്രിവാൻഡ്രത്ത് കമ്മീഷണറായിരിക്കുമ്പോൾ മാർ യൂവാനസ് കോളേജിലെ ഒരു പ്രൊഫസർ സ്ഥിരമായിട്ട് ട്രാഫിക് എങ്ങനെ നന്നാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു എഴുത്തെഴുതുമായിരുന്നു. മാസത്തിലൊരിക്കലെങ്കിലും എഴുത്തെഴുതും. ഇപ്പോഴും 2-3 എഴുത്ത് എൻ്റെ കയ്യിലുണ്ട്. അത് മാർ യൂവാനസ് കോളേജിലെ ഒരു പ്രൊഫസർ ഈ കുടുംബാംഗമായിരുന്നു. പിന്നെ എല്ലാവരുടെയും പേര് ഒന്നായതുകൊണ്ട് ഓർത്തിരിക്കാൻ വിഷമമാണ്. അദ്ദേഹവും ഒരു വൈദ്യനായിരുന്നു. പ്രൊഫസർ വൈദ്യൻ എന്ന് പറഞ്ഞാണ്, കോശി വൈദ്യൻ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹവും അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചത്. മാർ യൂവാനസ് കോളേജിലെ പ്രൊഫസറായിരുന്നു പൊതു താല്പര്യത്തിൽ. പിന്നീട് ഞാൻ കോഴിക്കോട്ടായിരിക്കുമ്പോൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സിൻ്റെ പ്രൊഫസർ, അദ്ദേഹം തേവലക്കര വൈദ്യൻ ഫാമിലിയായിരുന്നു. ഞാൻ സർക്കാരിൽ നിന്നല്ലാതെ ഒരു സ്വകാര്യ സംഘടനയിൽ നിന്ന് ഒരിക്കൽ മാത്രമേ അവാർഡ് വാങ്ങിച്ചിട്ടുള്ളൂ. സർവീസ് ഇരിക്കുമ്പോൾ ഞാൻ അവാർഡ് വാങ്ങിക്കാറില്ലായിരുന്നു. റിട്ടയർ കഴിഞ്ഞതിന് ശേഷം എന്നെ ബോംബെ കൊണ്ടുപോയി നിങ്ങളുടെ തന്നെ കുടുംബാംഗമായ പ്രിൻസ് വൈദ്യൻ, അന്ന് കർണാടക മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പയ്ക്കും എനിക്കും മറ്റ് 2 പേർക്കും അവാർഡ് കൊടുത്തു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഞാനിവിടെ അടുത്താണ്, കുറച്ചുകൂടെ അങ്ങോട്ട് പോയാലുള്ള വീടാണ്, അവിടെ ഞാൻ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കിടയിൽ 5 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ തന്നെ കുടുംബാംഗമായ മിസ്റ്റർ PT ജോൺ വൈദ്യൻ, അദ്ദേഹം വിവിധ പരിപാടികൾക്കായിട്ട് ബാലജന സഖ്യമായിട്ട് ബന്ധപ്പെട്ട, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പരിപാടികൾക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥിരമായി എല്ലാ സമയത്തും പല കാര്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ തേവലക്കര വൈദ്യൻ കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ കേരളത്തിലെ നിരവധി ഈ പുരാതന ക്രൈസ്തവ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. 15ഉം 16ഉം തലമുറകളായിട്ട് കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ നേരവകാശിയാണ്. അതുകൊണ്ട് മിക്കവാറും എല്ലാ കുടുംബങ്ങളുടെ ചരിത്രമൊക്കെ എനിക്കറിയാം. പക്ഷെ അതിൽ നിന്ന് എല്ലാ കുടുംബങ്ങളും, നമ്മുടെ കുടുംബങ്ങളെല്ലാം തന്നെ ഒരു 1700-ലോ 1800-ലോ ഒക്കെയുള്ള നമ്മുടെ കുടുംബങ്ങളുടെ, ക്രൈസ്തവ കുടുംബങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരെല്ലാവരും തന്നെ ഒന്നുകിൽ ഒന്നുകിൽ കൃഷിയിൽ അധിഷ്ഠിതമായ, അല്ലെങ്കിൽ കച്ചവടത്തിൽ അധിഷ്ഠിതമായ, ഒന്നീ കച്ചവടക്കാർ അല്ലെങ്കിൽ കൃഷിക്കാർ. ഈ രീതിയിലാണ് ആ കുടുംബങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല. എന്നാൽ തേവലക്കര കുടുംബത്തിൻ്റെ എല്ലാ, ഇപ്പോൾ തലമുറയായിട്ട് നിങ്ങൾ എഴുതി കാണും, ഈ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ജീവിച്ചിരുന്ന ആളുകൾ എന്താണ് ചെയ്തതെന്ന് ഇപ്പോൾ എഴുതി കാണിച്ച അത് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് അവരെല്ലാം ഏതെങ്കിലും തൊഴിൽ പ്രൊഫഷൻസിലായിരുന്നു, പ്രൊഫഷണൽ ജോലികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ തൊഴിലാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ ഭാര്യയുടെ കസിൻസ്, ഇപ്പം എൻ്റെ അമ്മായിയമ്മയുടെ സിസ്റ്ററെ കല്യാണം കഴിച്ച അദ്ദേഹം ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഉദ്യോഗസ്ഥ കാര്യങ്ങളിൽ തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥ മണ്ഡലത്തിലും തിരുവിതാംകൂറിലെ തൊഴിൽ മേഖലയിലും വളരെ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒരു രീതി തേവലക്കര കുടുംബത്തിന് 19-ാം നൂറ്റാണ്ട് മുതലുണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും അതുള്ളത് 20-ാം നൂറ്റാണ്ട് മുതലാണ്. 19-ാം നൂറ്റാണ്ട് മുതൽ തന്നെ അത് അവിടേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അതൊരു ക്ലോസ്ഡ് മേഖലയായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ തന്നെ അങ്ങനെ തിരുവിതാംകൂറിലെ ഉന്നത തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാനും അവിടെ അങ്ങേയറ്റം ശ്രേഷ്ഠമായ, അങ്ങേയറ്റം ബഹുമാനിക്കപ്പെട്ട രീതിയിൽ ജോലി ചെയ്യാനും ഒക്കെ അവർക്ക് കഴിഞ്ഞു. ഇത് ഈ കുടുംബത്തെ വേർതിരിച്ച് നിർത്തുന്നതാണ്. അതുകൊണ്ടാണ് വലിയ മറ്റ് കുടുംബങ്ങൾക്കില്ലാത്ത ഒരു പ്രാമുഖ്യം തേവലക്കര വൈദ്യൻ കുടുംബത്തിന് കേരള സമൂഹത്തിൽ എന്നുമുള്ളത്, ഇപ്പോഴും ഉള്ളത്. ആ പാരമ്പര്യം, ആ അവകാശം അതൊരു സ്മരണ മാത്രമാകാതെ ഒരു സജീവ അനുഭവമാക്കി നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് ഈ മഹാസമ്മേളനവും ഇന്നിവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളും ഒരു നാന്ദിയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യും. ഞാൻ ട്രിവാൻഡ്രത്ത് പഠിക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് പല
റോഡുകളുടെയും പേര് ക്രിസ്ത്യാനികളുടെ കുറച്ച് പേരുണ്ട്. ഉദാഹരണത്തിന് വാട്സ് ലൈൻ, നന്തൻകോട് ഒരു വാട്സ് ലൈൻ ഉണ്ട്, അവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു ബെയിൻസ് കോമ്പൗണ്ട് ഉണ്ട്, അപ്പുറത്തോട്ട് മാറി ബാർട്ടൺ ഹില്ലുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്റ്റാച്യുവിൻ്റെ തൊട്ടടുത്ത് ഒരു ലൂക്സ് ലൈനും ഉണ്ട്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികൾ ഇതൊക്കെ പഴയ സായിപ്പന്മാരുടെ പേരാണ്. ലൂക്ക്, ബാർട്ടൺ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. ലൂക്ക്, ബാർട്ടൺ, വാട്സ് ദിവാനായിരുന്നു, ബാർട്ടൺ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു. ഇങ്ങനെയുള്ള പേരുകളൊക്കെ നമുക്ക് കേൾക്കാം. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഈ ലൂക്ക് എന്ന് പറയുന്ന ആൾ ഒരു ഇതാണ്. പക്ഷേ ഒരു 10 കൊല്ലം മുമ്പ് തിരുവനന്തപുരത്ത് അലക്സാണ്ടർ വൈദ്യൻ കോർപ്പിസ്കോപ്പ എന്നെ തിരുവനന്തപുരത്തെ മീറ്റിങ്ങിനെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോഴാണ് ഞാനിവിടെ ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ ഡോക്ടർ ലൂക്കിനെ കുറിച്ച് അറിയുന്നത്. അദ്ദേഹം 19-ാം നൂറ്റാണ്ടിൽ, അദ്ദേഹം 1820-ലോ 30-ലോ മറ്റോ ജനിച്ച ആളാണ്. അദ്ദേഹം മരണപ്പെട്ടത് 1894-ലാണ്. ആ കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം പ്രധാന ഡോക്ടറായി, തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടറായി. മഹാരാജാക്കന്മാരുടെ ബന്ധുക്കളെ ചികിത്സിച്ച്, അലോപ്പതി ഡോക്ടർമാർക്ക് ചികിത്സിച്ചിട്ട് ഭേദം വരുത്താൻ സാധിക്കാത്ത, മെച്ചപ്പെടുത്താൻ സാധിക്കാത്ത പല രോഗങ്ങളും അദ്ദേഹം ചികിത്സിച്ച് ഭേദപ്പെടുത്തി. അതിൻ്റെ ഭാഗമായിട്ട് മഹാരാജാവ് തന്നെ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തു. അങ്ങനെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ആഗ്രഹപ്രകാരം തിരുവനന്തപുരത്ത് സ്വന്തം പേരിൽ ഒരു റോഡുള്ള ഏക കുടുംബമാണ് തേവലക്കര കുടുംബം. ഇത് നമ്മൾ ഇത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്. ലൂക്സ് ലൈൻ അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ GPO തിരുവനന്തപുരം GPOയുടെ തൊട്ടടുത്തുള്ള ലൈനാണ്, നഗരഹൃദയത്തിലാണ്. അത് ആ ഡോക്ടറുടെ വീട് അവിടെ ആയിരുന്നു. ഡോക്ടർ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലൂക്സ് ലൈൻ എന്നുള്ള ഒരു പേര് പോലും അന്ന് ഇവിടെയുള്ള കൊല്ലത്തിന് വടക്കുള്ള ഒരു പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരു ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ പേരിൽ തിരുവനന്തപുരത്ത് നഗരഹൃദയത്തിലെ ഒരു റോഡ്, അതൊരു ബ്രിട്ടീഷ് ഭരണാധികാരിയോ ബ്രിട്ടീഷ് സർവീസിലുള്ള ആളോ ആയിരിക്കാതെ അയാളുടെ പേര് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുടുംബത്തിൽപ്പെട്ടവരുടെ തൊഴിൽപരമായ മേന്മയും ഉദ്യോഗപരമായ ശ്രേഷ്ഠതയും ഒക്കെ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. ആ പാരമ്പര്യം നിങ്ങൾ പിന്നീടുള്ള തലമുറകളിലും 20-ാം നൂറ്റാണ്ടിലും ഇപ്പോഴും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിലും തുടർച്ചയായി തുടർന്നു വരുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു അരിസ്റ്റോക്രസി ഓഫ് പ്രൊഫഷണലിസം. ബാക്കിയൊക്കെ അഗ്രികൾച്ചറിലായിരിക്കാം, മറ്റു ചിലർ കൊമേഴ്സ്യലായിരിക്കാം. ബട്ട് ദ പ്രൊഫഷണലിസം, ആൻ അരിസ്റ്റോക്രസി ഓഫ് പ്രൊഫഷണലിസം, അത് അവകാശപ്പെടാൻ ആരെങ്കിലും അതിൻ്റെ അവകാശികൾ ആരാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും തേവലക്കര വൈദ്യൻ കുടുംബത്തിനുള്ളതാണ്. എല്ലാ മേഖലകളിലും, വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും ഉന്നത ജോലികളുടെയും എല്ലാ മേഖലകളിലേക്കും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ കടന്നു ചെന്ന് വളരെ അർത്ഥവത്തായ നേതൃത്വം കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പല മേഖലകളിലും പലപ്പോഴായിട്ട് സംഭാവന ചെയ്യാൻ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ സ്വാഗതം പ്രസംഗം ആശംസിച്ച ശ്രീ കോശി സെക്രട്ടറി, കുടുംബയോഗ സെക്രട്ടറി, ഈ കുടുംബയോഗത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാവരും ബോധ്യപ്പെടണം എന്ന് പറഞ്ഞു. എനിക്ക് അത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ കുടുംബയോഗം ആവശ്യമാണോ? ഇതൊരു പഴഞ്ചൻ ഏർപ്പാടല്ലേ? ആധുനിക ലോകത്തിൽ ഇതിന് വല്ല പ്രസക്തിയുമുണ്ടോ? ഇതിനൊക്കെ പോയിട്ട് എന്തെന്നാ ഗുണം? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരും പരസ്പരം സംസാരിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ നിരവധിയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇന്ന്, നാളെ, മറ്റന്നാൾ എന്ന് മാത്രം ചിന്തിച്ചാൽ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. നാളെ എന്താ ഗുണം, മറ്റന്നാൾ എന്താ ഗുണം? പക്ഷെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നാളെ 24 മണിക്കൂറിനകം ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ചിന്തിക്കുന്നത്? അതോ 2 ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നാണ് തീരുമാനിക്കുന്നത്? അതോ നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്? അതോ നിങ്ങളുടെ കൊച്ചുമക്കളുടെ ഭാവിയെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്? നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് നിങ്ങളുടെ ഈ നിമിഷത്തെക്കുറിച്ച് മാത്രമാണോ? അതോ നിങ്ങളുടെ പിതാവിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ മാതാവിനെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും മടിയിലിരുത്തണമെന്ന്. അവരായിരുന്നു, അവർ നമ്മുടെ പൂർവ്വപിതാക്കന്മാരാണെന്നുള്ള അർത്ഥത്തിലാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ നാം ആരാണ് എന്ന് നാം അറിയുവാൻ ശ്രമിക്കുമ്പോഴാണ് കുടുംബത്തിൻ്റെയും കുടുംബ പാരമ്പര്യത്തിൻ്റെയും
ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു, ഞാൻ എന്താണ്. നാം നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ടത്, നാം എൻ്റെ ജന്മത്തിൽ തുടങ്ങി എൻ്റെ ജന്മത്തിൽ അവസാനിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന രീതിയിലല്ല. നാം നമ്മളെ മനസ്സിലാക്കേണ്ടത് തലമുറകളായിട്ട് ഇവിടെ നിലനിന്നിരുന്നതും ഇനിയും തലമുറകളായിട്ട് ഇനിയും നിലനിൽക്കേണ്ടതുമായിട്ടുള്ള ഒരു വലിയ ശൃംഖലയുടെ ഭാഗമാണ് ഞാൻ ജനിച്ചു, ഞാൻ മരിച്ചു, ശുഭം പൂജ്യം എന്നാണ് നാം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലോകത്തിൽ കാണിക്കുന്ന പല അസമാധാനത്തിൻ്റെതായ, അസ്വസ്ഥതയുടേതായ, വൃത്തികേടിൻ്റെതായ, പ്രയോജനരഹിതമായ പ്രവൃത്തികളുടേതായ പല ദുശീലങ്ങളും പല ദുരവസ്ഥകളും ഉണ്ടാകുന്നത് ഞാൻ മാത്രം, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ഡെത്ത് ഞാൻ അവസാനിക്കുന്നു. അപ്പം അങ്ങനെ മരണത്തോടു കൂടി അവസാനിക്കുകയും ഇല്ലാതാകുകയും ചെയ്യുന്ന ചിലത് മാത്രം ഞാൻ ചെയ്താൽ മതി. അങ്ങനെ വന്നാൽ മരണത്തിനപ്പുറത്തും എൻ്റെ ജീവിതത്തിനപ്പുറത്തും എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്. എൻ്റെ മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അവരിലൂടെ നിലനിൽക്കേണ്ട ഒരു പാരമ്പര്യത്തിൻ്റെ, എനിക്ക് അവകാശപ്പെട്ട ഒരു പാരമ്പര്യത്തിൻ്റെ, ഞാൻ ഇൻഹെറിറ്റ് ചെയ്ത ഒരു പാരമ്പര്യം, അത് കൈമാറ്റം ചെയ്ത് തലമുറകൾക്ക് കൊടുക്കേണ്ട ഒരു ദൗത്യം എൻ്റെ ജന്മത്തിലൂടെ എനിക്ക് ലഭിച്ചു എന്നുള്ള ബോധം മനുഷ്യനുണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന മനുഷ്യ സംസ്കാരം ഉണ്ടായത്. മനുഷ്യൻ്റെ സംസ്കാരത്തിൽ മനുഷ്യനുണ്ടായ എല്ലാ വളർച്ചയും ഒരു തലമുറയിൽ നിന്ന് കിട്ടിയ കാര്യം സ്വീകരിച്ച് അതിനേക്കാൾ മെച്ചപ്പെടുത്തി അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്ത ഈ ഭൂമിയിലുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള ഏക ജീവിയാണ് മനുഷ്യൻ. വേറൊരു ജീവി ചെയ്തിട്ടില്ല. ഒരു സിംഹമായിക്കൊള്ളട്ടെ, ശക്തിമത്തനായ കാടിൻ്റെ രാജാവായ സിംഹമായിക്കൊള്ളട്ടെ, ഏറ്റവും വലിയ മൃഗമായ ആനയായിക്കൊള്ളട്ടെ, ലോകത്തിലുള്ള ഏത് ജീവജാലങ്ങളുമായിക്കൊള്ളട്ടെ, ഒരൊറ്റ ജീവജാലം പോലും അവൻ്റെ തലമുറയായി കിട്ടിയ കാര്യം മെച്ചപ്പെടുത്തി അടുത്ത തലമുറയ്ക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ നമുക്ക് ലഭിച്ച കാര്യം നമ്മുടെ ജീവിതകാലത്ത് മെച്ചപ്പെടുത്തി അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പ്രാപ്തിയുള്ള, അതിനായി ദൈവം അനുഗ്രഹിച്ച, അതിനായി ദൈവം പറഞ്ഞുവിട്ട, ഭരമേൽപ്പിച്ച ഏക ജീവി മനുഷ്യനാണ്. അപ്പൊ നമ്മൾ ആ രീതിയിലാണ് മനുഷ്യ ജന്മത്തെയും മനുഷ്യ ജീവിതത്തെയും മനസ്സിലാക്കേണ്ടത്. ജനിച്ചു, മരിച്ചു, ഞാൻ പൂജ്യമായി എന്ന രീതിയിലല്ല. ഒരു ശൃംഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ചരിത്രപരമായ ഒരു പുരോഗതിയിൽ, ആ ചരിത്ര പരിണാമത്തിലെ പുരോഗതിയുടെ ഒരു കണ്ണിയാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവും, നമ്മളുടെ മക്കളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവും, നമ്മളുടെ അച്ഛനും അമ്മയും നമ്മുടെ വലിയച്ഛനും വലിയമ്മയും പേരപ്പനും ഒക്കെ ജീവിച്ചതിനെല്ലാം അർത്ഥമുണ്ടാവും. അങ്ങനെ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരുടെയും ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കുന്നതാണ് കുടുംബ പാരമ്പര്യം. അതാണ് ഈ കുടുംബ പാരമ്പര്യത്തിൻ്റെ മൂല്യം. അതില്ലാതെ ജീവിക്കുന്ന, അതില്ലെങ്കിൽ കഞ്ചാവടിച്ച് എന്താ പറഞ്ഞു, എനിക്ക് സൂഹിക്കണം, കഞ്ചാവടിക്കുന്നു, എനിക്ക് സൂഹിക്കണം, ഞാൻ മദ്യപിക്കുന്നു, സുഖമാണ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കുണ്ടാകുന്ന സന്തോഷം മാത്രമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ സന്തോഷം മാത്രമാണ് എനിക്ക് പ്രശ്നം. എൻ്റെ അപ്പൻ ആരാണെന്നോ എൻ്റെ മക്കൾ എന്തായി തീരുമെന്നോ ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതം പൂജ്യത്തിൽ നിന്ന് ആരംഭിച്ച് പൂജ്യത്തിൽ അവസാനിക്കുന്നു. ഇനി ഞാൻ മരിക്കുന്നു, ഇല്ലാതാകുന്നു. ഇതാണ് നമ്മുടെ ചിന്തയെങ്കിൽ നമ്മളിപ്പോൾ കാര്യം ചെയ്യുന്ന ഓപ്പറേഷൻ തൂഫാനൊക്കെ നടക്കുന്ന ഇതുകൊണ്ടാണ്. നമുക്ക് ഈ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ സമൂഹത്തിൻ്റെ പല മേഖലകളിലും നാം എല്ലാ വ്യക്തികളും ഒരു ശൃംഖലയുടെ ഭാഗമാണെന്നും ആ ശൃംഖലയുടെ ഭാഗത്തിൽ നമ്മൾ എല്ലാവരെയും, നമ്മുടെ കൂടെ ജനിച്ചവരെയും നമ്മുടെ കൂടെ ജീവിക്കുന്നവരെയും ഇനിയും ജനിക്കുന്നവരെയും ആ ശൃംഖലയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ബോധം, അത് നമ്മുടെ കുടുംബ ചിന്തകളിൽ നിന്ന് മാറി അകന്നതോടുകൂടിയാണ് നമുക്കിപ്പോൾ തൂഫാൻ നടത്തേണ്ടി വരുന്നതിൻ്റെ കാര്യം. ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ സുഖമാണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ ഇപ്പോഴത്തെ സുഖം. അവിടെ പോയാൽ എനിക്കെന്ത് കിട്ടും, അവിടെ പോയാൽ എനിക്കെന്താ ഗുണം? ഇത് സ്വാർത്ഥരായ ഒരു ചോദ്യമാണ്. സ്വാർത്ഥതയുടെ മൂർത്തിമത് ഭാവത്തിലുള്ളൊരു ചോദ്യമാണിത്. അവിടെ പോയാൽ എനിക്കെന്ത് കിട്ടും? അവിടെ പോയാൽ ഈ കൂട്ടായ്മയിലൂടെ ഞാനും മറ്റുള്ളവരും വളരണം. എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഞങ്ങളുടെ കുടുംബയോഗത്തിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 1962 മുതൽ. വലിയ അനുഭവമാണത്. എൻ്റെ കുടുംബത്തിലുള്ള 80 വയസ്സുള്ളവരെയും 70 വയസ്സുള്ളവരെയും കാണുക, അവർ സംസാരിക്കുന്നത് കേൾക്കുക. അപ്പോൾ അവരെല്ലാവരും ഞാനെന്ന് എൻ്റെ ചെറുപ്പകാലത്ത് സംസാരിച്ച എല്ലാ 80 വയസ്സുകാരും 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജീവിച്ചവരാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കേരളത്തിലെ ജീവിതം എന്താണെന്നു എന്നുള്ളത് എനിക്ക് നേരറിവുണ്ട്. എന്തുകൊണ്ട്?
അന്ന് ജീവിച്ച ആളുകളുമായിട്ട് എനിക്ക് സംസർഗം ഉണ്ടായിട്ടുണ്ട്. ആ സംസർഗത്തിലൂടെയാണ് ഞാൻ മൂല്യബോധം കണ്ടെത്തുന്നത്. ഇതായിരുന്നു പണ്ടുള്ള അവസ്ഥ. ഇനിയും ഞാൻ എൻ്റെ കൊച്ചുമകളോട് സംസാരിക്കുമ്പോൾ അവൾ ആ കൊച്ചുമകൾ 2100 വരെ ജീവിക്കേണ്ടവളാണ്. അപ്പോൾ ഏതാണ്ട് 2 നൂറ്റാണ്ടുകളെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ഞാൻ. 2 നൂറ്റാണ്ടുകളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ഞാൻ എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുമ്പോൾ എൻ്റെ മൂല്യം എൻ്റെ ദൃഷ്ടിയിൽ എത്രമാത്രം ഉയരുന്നു. എൻ്റെ കുടുംബത്തിൽ വലിയ സ്ഥാനങ്ങളിൽ വന്നിട്ടുള്ളവർ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവർ, അസാധ്യമെന്ന് കരുതുന്ന മറ്റു കാര്യങ്ങൾ ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ആ ഗ്രാമത്തിൽ തന്നെ താമസിച്ച് പഠിച്ച് ജീവിച്ച് വളർന്ന് മഹാകാര്യങ്ങൾ നേടിയെടുത്ത ആളുകളെ നമ്മൾ നേരിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ധൈര്യം, നമുക്ക് കിട്ടുന്ന ലക്ഷ്യബോധം അത് വളരെ വലുതാണ്. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഈ സ്ഥാനത്തെത്തിയെങ്കിൽ എനിക്കും ആ സ്ഥാനത്തെത്താം. എൻ്റെ കുടുംബത്തിലുള്ള ആൾ ഇത് ചെയ്തെങ്കിൽ, നാടിന് വേണ്ടി ഇത് ചെയ്തെങ്കിൽ എനിക്കും എൻ്റെ നാടിന് വേണ്ടി ഇത് ചെയ്യാൻ സാധിക്കും. കാരണം മനുഷ്യൻ ദൃഷ്ടാന്തങ്ങളെ അനുകരിക്കുന്നവനാണ്. ആ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ നല്ല ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മക്കളെയും നമ്മുടെ കൊച്ചുമക്കളെയും കാണിച്ചു കൊടുക്കാനുള്ള, അവരോടത് പങ്കുവയ്ക്കാനുള്ള, അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള വേദിയാണ് കുടുംബയോഗം. അത് നമ്മൾ വിചാരിക്കരുത് നമ്മൾ പഴയ കാലത്തെ മഹത്വം പറയാൻ വേണ്ടി കൂടിയിരിക്കുന്നതാണെന്നല്ല. പഴയ കാലത്തെ പൂർവ്വപിതാക്കന്മാരെ ഓർക്കണം. പക്ഷേ ഭാവിയിൽ വളർന്നു വരുന്ന തലമുറ മുൻഗാമികൾ കാട്ടിത്തന്ന, മുൻഗാമികൾ ആർജിച്ചെടുത്ത ആ അഭിമാനം, ആ പാരമ്പര്യം അത് കാത്തു സൂക്ഷിക്കാനും അത് മുൻപോട്ട് കൊണ്ടുപോകാനും അവർ ചെയ്തതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ സമൂഹത്തിന് വഴികാട്ടികളാകാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ആ ആവശ്യകത. നിങ്ങളുടെ സെക്രട്ടറി സൂചിപ്പിച്ചതാണ് കുടുംബയോഗത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്ത് ബോധ്യം വേണം. അപ്പോൾ കുടുംബയോഗത്തിന് വേണ്ടി സമയം ചിലവാക്കുന്നത്, കുടുംബയോഗത്തിൻ്റെ ഭാരവാഹിയാകുന്നത് അതൊന്നും അത്ര മോശപ്പെട്ട കാര്യമല്ല. ഞാൻ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവി ആയപ്പോഴാണ് എൻ്റെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഒഴിഞ്ഞത്. ഏതാണ്ട് 6 കൊല്ലക്കാലം അതിനു മുമ്പ് ഞാൻ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റായിരുന്നു, ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. അതൊരു മോശം കാര്യമാണെന്നോ പഴഞ്ചൻ കാര്യമാണെന്നോ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. 400 കുടുംബങ്ങളുള്ള ഒരു കുടുംബയോഗമാണ്. ആ കുടുംബത്തിലെ എല്ലാ ആളുകളെയും, പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, ചെറുകിട ജോലികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, എല്ലാവരോടും സമഭാവനയോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറാനും ഇടപെടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും നാം ഓരോരുത്തരും കണ്ടെത്തുന്ന ആ സമയമാണ് നമ്മളെ മനുഷ്യരാക്കുന്നത്, നമുക്ക് മനുഷ്യത്വം ഉണ്ടാക്കിയെടുക്കുന്നത്, നമ്മളിൽ മൂല്യബോധം ഉണ്ടാക്കുന്നത്, നമ്മളിൽ കർത്തവ്യബോധം സൃഷ്ടിക്കുന്നത്. അത് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വേദികൾ, അതിൽ നമ്മൾ കാര്യമായിട്ട് സഹകരിക്കണം. ഇവിടെ കുടുംബത്തിൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന തൊട്ട് മുമ്പ് ഇവിടെ പറയുകയുണ്ടായി. അതിലൊരു കാര്യം അതും എന്നെ വളരെ ആകർഷിച്ചു. കർമ്മപരിപാടിയാണ് അല്ലേ, ഈ വർഷത്തെ കർമ്മപരിപാടിയാണ്. ഒന്ന്, വൈദ്യൻ കുടുംബത്തിൻ്റെ ചരിത്രം കുറച്ചുകൂടി വിശദമായ രീതിയിൽ രേഖപ്പെടുത്തി എഴുതണം. തീർച്ചയായിട്ടും എഴുതണം. അത് അത്യാവശ്യമാണ്. അത് ഈ കുടുംബചരിത്രം എന്ന് പറയുന്നത് നമ്മൾ വലിയ ആളുകളാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ കഴിഞ്ഞ തലമുറകളിലുള്ള പ്രാദേശിക സമൂഹങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്, വർഷങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ ഈ യാത്ര എങ്ങനെ നടന്നു, അതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ രേഖപ്പെടുത്തേണ്ടത് വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. 10-15 കൊല്ലം മുമ്പ് കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് അവർ കേരള ചരിത്രം എഴുതാൻ വേണ്ടി ചരിത്രരേഖകൾ അന്വേഷിച്ച് നടന്നപ്പോൾ അവരേറ്റവും വിലപ്പെട്ടതായിട്ട് കണ്ടത് 1900 മുതൽ കേരളത്തിലെ പല കുടുംബങ്ങളും എഴുതിയ ചരിത്ര കുടുംബരേഖകളാണ്. കുടുംബരേഖകളിൽ നിന്ന് വീണ്ടെടുത്ത വിവരങ്ങൾ വെച്ചിട്ടാണ് അവർ ചരിത്രം പുനരാവിഷ്കരിക്കുന്നത്. ചരിത്രം എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ ചരിത്രമാണ്. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കുക, ചരിത്രം എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ ചരിത്രമാണ്. എല്ലാ കുടുംബങ്ങളുടെയും ചരിത്രത്തിൻ്റെയും ആകത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുഴുവൻ വംശാവലിയാണ്. ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ ചരിത്രമാണ്. അപ്പോൾ ഈ ചരിത്രത്തിന്റെ ഭാഗമാകുന്നത് കുടുംബങ്ങളുടെ ചരിത്രമാണ്. ആ കുടുംബങ്ങളുടെ ചരിത്രത്തിൽ നാം ജീവിച്ച സാഹചര്യവും നമ്മുടെ പിതാക്കന്മാർ ജീവിച്ച സാഹചര്യവും അത് രേഖപ്പെടുത്തേണ്ടതാണ്, രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി വളരെയധികം ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ഞാൻ
ഞാൻ ഉത്തരമേഖലയുടെ IG ആയിരിക്കുമ്പോൾ അത് കേരളത്തിലേക്കും ഏറ്റവും കൂടുതൽ ക്രമസമാധാന പ്രശ്നമുള്ള ഒരു സ്ഥലമാണ് അത്. അങ്ങ് കാസർഗോഡ് മുതൽ പാലക്കാട് തൃശ്ശൂർ വരെയുള്ള പ്രദേശമാണ്. അന്ന് ഏറ്റവും കഠിനമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാനും മുമ്പേ പറഞ്ഞ ഒരു സംഭവം അന്നാണ് ഉണ്ടായത്. വളരെ കലശലായ ക്രമസമാധാന പ്രശ്നങ്ങളുള്ള ഒരു പ്രദേശത്ത് ആ സമയത്ത് ഇല്ലാത്ത സമയം കണ്ടെത്തി ഏതാണ്ട് 2000-ഓളം അംഗങ്ങളുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വംശാവലി ഡയറക്ടറി ഞാൻ ഒറ്റയ്ക്ക് ഈ എൻ്റെ ജോലിയുടെ ഇടയ്ക്ക് സമയം കണ്ടെത്തി എല്ലാ കുടുംബങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നേരിട്ട് ഞാൻ ബന്ധപ്പെട്ട്, അന്ന് ഭാഗ്യവശാൽ അന്ന് കമ്പ്യൂട്ടർ തുടങ്ങിയിട്ടുണ്ട്. 1996-ലാണ് അന്ന് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞു. ആദ്യമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കിയ കമ്പ്യൂട്ടറിൽ 2-3 വാങ്ങിച്ച് എൻ്റെ ഓഫീസിൽ വെച്ച്, ഒരെണ്ണം വാങ്ങിച്ച് എൻ്റെ ഓഫീസിൽ വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തു. കുടുംബയോഗത്തിൻ്റെ ഡയറക്ടർ. ഇപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരടിച്ച് നെറ്റിലിട്ടാൽ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പേര് കിട്ടും. അതെ, ഞാൻ ഉണ്ടാക്കിയ അതേ ഡയറക്ടറിയാണ് ഇപ്പോഴും കിടക്കുന്നത്. അത് പുതുക്കാൻ സമയമായി, ഞങ്ങൾ താമസിയാതെ പുതുക്കുന്നതായിരിക്കും. ഡയറക്ടറി ഉണ്ടാക്കുക, ഈ ഡയറക്ടറി ഉണ്ടാക്കുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ കുടുംബത്തിലെ ഒരംഗം എവിടെ പോയാലും അയാൾക്ക് ബന്ധപ്പെടാൻ, പരിചയപ്പെടാൻ, സഹായം അഭ്യർത്ഥിക്കാൻ, സഹായം കൊടുക്കാൻ ഒരാൾ എവിടെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് വലിയൊരു അനുഗ്രഹമാണ്. അതിൻ്റെ കൂടുതൽ കഥകളൊന്നും ഞാൻ പറയുന്നില്ല. അടുത്ത കാലത്ത് അതിൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സഹോദരനുണ്ടായി. ആ ഡയറക്ടറി മൂലം ഉണ്ടായ ഒരു വലിയ അനുഭവം. അപ്പോൾ അങ്ങനെ ഈ ഡയറക്ടറി ഉണ്ടാക്കുന്ന ഒരു നിസ്സാര കാര്യമല്ല. അവൻ ഇവിടെ നിറഞ്ഞിട്ട് എനിക്കെന്താ കാര്യം, ഞാൻ ഇവിടെ നിറഞ്ഞിട്ട് അവനെന്താ കാര്യം, ഇതല്ല. നമുക്ക് ആരെ കൊണ്ടാണ് എപ്പോൾ സഹായം വേണ്ടി വരുന്നതെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നാം ഒരു സ്ഥലത്ത് ചെന്നാൽ നാം എന്തായിത്തീരും? നാം ഒരു സ്ഥലത്ത് ചെന്നാൽ നാം എന്തായിത്തീരും? അവിടാണ് ഇപ്പോൾ ഡോക്ടർ മാത്യു തോമസ്, നിങ്ങളുടെ പ്രസിഡന്റ് മനോജ് പ്രസംഗിച്ചപ്പോൾ നിർത്തിയത് എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്ത് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഈ കുടുംബയോഗത്തിൻ്റെ ആവശ്യമെന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഒറ്റപ്പെടലിൽ നിന്ന് കുടുംബാംഗങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഒറ്റപ്പെടൽ, അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഒറ്റപ്പെടൽ. നമ്മളൊരു പട്ടണത്തിൽ ചെല്ലുന്നു, നമ്മളൊരു ഗ്രാമത്തിൽ വിധവയായി ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഭാര്യ മരിച്ചതിന് ശേഷം ഭർത്താവ് ഒറ്റയ്ക്ക് 90-ാമത്തെ വയസ്സിൽ താമസിക്കുന്നു. ഒരു മഹാനഗരത്തിൽ ബോംബെയിൽ പോകുന്നു, ഒറ്റയ്ക്ക് താമസിക്കുന്നു. സ്വീഡനിൽ ചെല്ലുന്നു, അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കിട്ട് ചിന്നിച്ചെതറി, വാർദ്ധക്യം കൊണ്ടും പങ്കാളി ഇല്ലാത്തത് കൊണ്ടും മക്കൾ ദൂരദേശത്തായതുകൊണ്ടും ചെറുമക്കളെ കാണാത്തത് കൊണ്ടും ഒക്കെ നമ്മൾ ഏകരായി ഒറ്റപ്പെട്ട് നാം കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൂടുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുടുംബ ബന്ധങ്ങളും കുടുംബ പരിചയങ്ങളും അത്യാവശ്യമാണ്. അത് വലിയ കാലഘട്ടത്തിൻ്റെതായ ഒരു ആവശ്യമാണ്. ഇന്ന് മനോരമ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്താണ് കേരളത്തിൻ്റെ പ്രശ്നങ്ങളെന്ന്? ഒറ്റപ്പെടലാ. ഇതാ ഇവിടെ ഉണ്ട് ഒറ്റപ്പെടൽ. നിങ്ങൾ ഇനി വീട്ടിൽ പോയിട്ട് ഇത് വായിക്കണം. ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം എന്താണ്? ഈ കുടുംബത്തെക്കുറിച്ചോ കുടുംബത്തിൻ്റെ ഈ സംസാരവും കൂടുകയാണ്. കുടുംബം കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്ന്. കുടുംബം കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്ന് തലമുറകളായിട്ട് പാശ്ചാത്യ സംസ്കാരത്തിൽ പറഞ്ഞു പരത്തി ഇപ്പം എന്താ? ഇപ്പം അവിടെ കുടുംബത്തിന് ഗുണമില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്. മനോരമ, ഞാൻ കള്ളം പറയുന്നല്ല, ഇവിടെ എഴുതിയിട്ടുണ്ട്. അതെ, കല്യാണം മസ്റ്റ് അല്ല. ഇതാണ് അവരുടെ ഹെഡിങ്. ലോക ജനസംഖ്യാ ദിനത്തിൽ മനോരമ കൊടുത്തിരിക്കുന്ന ഒരു ഹെഡിങ്ങാണ് കല്യാണം മസ്റ്റ് അല്ല. യുവജനങ്ങൾ കല്യാണം കഴിക്കാൻ വിസമ്മതിക്കുന്നു. ഇതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ 10 കൊല്ലം മുമ്പ് ഒരു ചാക്രിക ലേഖനം എഴുതി യൂറോപ്പിലെ യുവജനങ്ങൾക്കായിട്ട് നൽകി. മാർപ്പാപ്പ കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാർ കല്യാണം കഴിക്കില്ല. പക്ഷെ മാർപ്പാപ്പ എഴുതി എന്താ? ബൈ ഓൾ മീൻസ് ഡു മാരി, ബൈ ഓൾ മീൻസ് യു മസ്റ്റ് ഓൾ മാരി. 2 പ്രാവശ്യം ആവർത്തിച്ച് ലത്തീനിലാണ് എഴുതിയത്. യു മസ്റ്റ് മാരി. അങ്ങനെ നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് യുവജനങ്ങളോട് മാർപ്പാപ്പ ആവശ്യപ്പെടുന്നു. ലോക യുവജന സമ്മേളനത്തിൽ പോയി മാർപ്പാപ്പ യുവജനങ്ങളോട് കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കാണോ നമ്മൾ വളരേണ്ടത്? ആ ഒരു സാമൂഹ്യ വ്യവസ്ഥയാണോ ഇവിടെ പുനഃസൃഷ്ടിക്കുവാൻ നാം ആഗ്രഹിക്കുന്നത്? അപ്പനെ വേണ്ട, അല്ല, ആദ്യം പറയും വല്യപ്പൻ്റെ കാര്യമൊന്നും എനിക്കറിയണ്ട.
അതാണല്ലോ കുടുംബം. വല്യപ്പൻ്റെ അപ്പൻ. ഇപ്പൊ തൊമ്മൻ വല്യപ്പച്ചനെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. ലൂക്ക് വല്യപ്പച്ചനെ കുറിച്ചിട്ട് കാര്യമില്ല. വല്യപ്പച്ചന്മാരെ അറിഞ്ഞിട്ട് എന്ത് കാര്യം? അവരൊക്കെ പോയില്ല. ഇനി പുതിയ കാര്യം. അങ്ങനെ പറഞ്ഞ് 4ാം തലമുറ വേണ്ട, 5ാം തലമുറ വേണ്ട, 6ാം തലമുറ വേണ്ട, 1ാം തലമുറ വേണ്ട, ആരെയും വേണ്ട, എനിക്ക് ഞാൻ മാത്രം മതി. പിന്നെ പറയും ഞാനും എൻ്റെ ഭാര്യയും കൊണ്ട് ജീവിച്ചാൽ മതി. കുറച്ചു നേരം പറയും എനിക്ക് ഭാര്യയും വേണ്ട. ഭാര്യ കൊണ്ട് എന്താ ഗുണം? അപ്പനെ കൊണ്ട് ഗുണമില്ല. സ്വന്തം അപ്പനെ കൊണ്ട് ഗുണമില്ല. സ്വന്തം വല്യപ്പൻ ശല്യമാണ്. വല്യപ്പനെ നോക്കുന്നത് വലിയ ശല്യമാണ്. അപ്പനെ നോക്കുന്നത് ശല്യമാണ്. അപ്പൊ എന്താ അടുത്തത്? എന്താ? ഭാര്യയെ ശല്യമാണ്. ഭാര്യ പറയും ഭർത്താവും ശല്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സമൂഹം അങ്ങോട്ട് വികസിക്കുകയാണോ? ആ യൂറോപ്യൻ സമൂഹം വികസിക്കുകയാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? കുടുംബം മൂലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചരിത്രത്തിൽ മനുഷ്യൻ മാത്രമാണ് കുടുംബങ്ങൾ ഉണ്ടാക്കിയത്. ആ കുടുംബങ്ങൾ തലമുറകളായി അവരുടെ സംസ്കാരവും അവരുടെ പാരമ്പര്യവും കൈമാറിക്കൊടുത്തത് കൊണ്ടാണ്. ഈ കൈമാറ്റം നടക്കുന്നത് അച്ഛനിൽ നിന്ന് മകനിലേക്കല്ല, വല്യപ്പനിൽ നിന്ന് കൊച്ചുമകനിലേക്കാണ്. പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത് അപ്പനിൽ നിന്ന് മകനിലേക്കാണ്. പാരമ്പര്യം കൈമാറ്റപ്പെടുന്നത് മുത്തച്ഛനിൽ നിന്ന് പേരക്കുട്ടിയിലേക്കാണ്. ആ കൈമാറ്റത്തിന് നമ്മൾ തടസ്സം നിൽക്കരുത്. ആ മൂല്യബോധത്തിന് നമ്മൾ തടസ്സം നിൽക്കരുത്. ആ ഒറ്റപ്പെടൽ നമുക്ക് ഒഴിവാകണം. എല്ലാ തലമുറകളും, മുതിർന്ന തലമുറകളും കൊച്ചുകുട്ടികളും എല്ലാവരും പരസ്പര ബന്ധത്തിൻ്റെ പാരസ്പര്യവും അതിൻ്റെ മനോഹാരിതയും എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 131-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് എന്ത്? നിങ്ങൾ ഐക്യതയിൽ സഹോദരർ ഒരുമിച്ച് സന്തോഷത്തോടുകൂടി സഹവസിക്കുന്ന എത്ര സൗഭാഗ്യകരം. അത് വലിയ സഹോദരന്മാർ സന്തോഷത്തിൽ താമസിക്കുന്നതാണ് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ അവസ്ഥ. നിങ്ങളാരും ചക്രവർത്തിമാരാകണ്ട, നിങ്ങളാരും രാജാക്കന്മാരാവണ്ട, നിങ്ങളെല്ലാം കോടീശ്വരന്മാരാവണ്ട, നിങ്ങളെല്ലാം വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെ ഈ നാട്ടിലെ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ ആകണ്ട. നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടതും ആദ്യം ആയിത്തീരേണ്ടതും സഹോദരരോടുകൂടി ഐക്യത്തിൽ ജീവിക്കാനാണ്. അങ്ങനെ മഹാരാജാക്കന്മാരായാലും ചക്രവർത്തിമാരായാലും സഹോദര വൈരം സാധാരണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് സാമ്രാജ്യം, ലോകത്തിലെ 1600-ൽ സർ തോമസ് റോ ഇവിടെ വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം ഇന്ത്യയിലെ സാമ്രാജ്യമായിരുന്നു. അത് മുഗൾ സാമ്രാജ്യമായിരുന്നു. ആ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധിപൻ, നമ്മളെല്ലാം പറയും, നമ്മൾ താജ്മഹൽ കണ്ടിട്ട് പറയും ആ സ്നേഹത്തിൻ്റെ മനോഹരമായ പ്രതീകമാണ് ഈ താജ്മഹൽ. അവിടെ ഷാജഹാൻ അങ്ങേപ്പുറത്തൊരു കോട്ടയിൽ നിന്ന് ഈ താജ്മഹൽ കണ്ട് കണ്ണീരൊഴുക്കുമായിരുന്നു. ഈ ഷാജഹാൻ എങ്ങനെയാ ചക്രവർത്തിയായത്? ഈ ഷാജഹാൻ ചക്രവർത്തിയായത് സ്വന്തം സഹോദരനെ കൊന്നിട്ടാണ്, ഷാരിയാറെ കൊന്നിട്ടാണ്. വേറൊരു സഹോദരനെ കഴുത്ത് ഞെരിച്ചു കൊന്നു ഷാജഹാൻ. അതുകൊണ്ടാണ് ഷാജഹാന്റെ മകൻ ഔറംഗസീബ് അയാളെ പിടിച്ച് തടവിലിട്ടത്. അയാളെ പിടിച്ച് തടവിലിട്ടിട്ടാണ് ഒരു മകൻ ഔറംഗസീബ് മുഗൾ ചക്രവർത്തി ആയത്. അയാൾ എന്ത് ചെയ്തു? ചക്രവർത്തി ആകണം, നമുക്ക് സമ്പത്ത് വേണം, നമുക്ക് പണം വേണം, ഞാൻ മാത്രം കോടീശ്വരനാകണം, ഞാൻ മുമ്പോട്ട് പോകണം. ഇതാണ് ഔറംഗസീബിന്റെയും ചിന്ത. ഔറംഗസീബ് കൊന്നത് 3 സഹോദരന്മാരെയാണ്. സ്വന്തം 3 സഹോദരന്മാരെ, ഡാറാ ഷിക്കോ ഉൾപ്പെടെ 3 സഹോദരന്മാരെ ഔറംഗസീബ് കൊന്നു. എന്നിട്ടാണ് ചക്രവർത്തിയായത്. സഹോദരന്മാരെ കൊന്നിട്ട് ചക്രവർത്തിയായിട്ട് എന്ത് കാര്യം? ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. സഹോദരന്മാരെ കൊന്നിട്ട് അവരില്ലാതാക്കിയിട്ട് ചക്രവർത്തിയായിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. ഔറംഗസീബിന് ശേഷം ആ മുഗൾ രാജവംശം ഇല്ലാതായി. നമുക്ക് നിലനിൽപ്പില്ലാതായി. നാം പ്രതിദാനം ചെയ്യുന്ന ഒന്നുമില്ലാതായി. നാം ബ്രിട്ടീഷുകാരുടെ അടിമകളായി. നമ്മുടെ നാടിൻ്റെ സ്വന്തമായിട്ടൊരു ഭരണക്രമം നമുക്കില്ലാതായി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ സഹോദര സ്നേഹവും സഹോദരന്മാരെ നിലനിർത്തുന്നതും സഹോദരരുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നതും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് മനുഷ്യ സമൂഹം നിലനിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. നമ്മൾ ബൗദ്ധികമായിട്ട് മാത്രമല്ല, മൂല്യബോധത്തിൽ നമ്മൾ വളരുന്നത്. നമ്മൾ കുടുംബമാണ് സ്നേഹത്തിൻ്റെ നഴ്സറി സ്കൂൾ. പഠിക്കാൻ വരാൻ LKG ഉണ്ട്, UKG ഉണ്ട്. സ്നേഹത്തിനൊരു നഴ്സറി സ്കൂൾ ഉണ്ടെങ്കിൽ അത് കുടുംബമാണ്. ആ സ്നേഹത്തിൻ്റെ അനുഭവം പരസ്പരം പങ്കുവയ്ക്കാൻ, ഷെയറിങ്ങിൻ്റെ അനുഭവം പരസ്പരം പങ്കുവയ്ക്കാൻ, ഇല്ലായ്മയുണ്ടെങ്കിൽ ആ ഇല്ലായ്മ പരസ്പരം പങ്കുവയ്ക്കുവാൻ, ഉള്ള കാര്യം എല്ലാവർക്കും വീതിച്ചു കൊടുത്ത് സന്തോഷം അനുഭവിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് കുടുംബത്തിലാണ്. ആ സന്തോഷം നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ നാം തള്ളിപ്പറയുന്നത് നമ്മളെയും നമ്മുടെ ഭാവിയെയുമാണ്.
കാരണം മനുഷ്യർ എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുമ്പോട്ട് പോയാൽ മാത്രമേ ഈ ലോകത്തിന് പുരോഗതി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ആറ്റമിക് എനർജിയും ന്യൂക്ലിയർ എനർജിയും ഉള്ള കാലത്ത് ലോകത്തിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. എല്ലാവരും സ്വന്തം കാര്യം നേടാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നെല്ലാവരും തീരുമാനിച്ചാൽ ഒരു 2 മണിക്കൂറിനകം ലോകമില്ലാതാവും. അപ്പോൾ സ്നേഹത്തിൽ നിന്ന്, ആ സ്നേഹത്തിൻ്റെ നേഴ്സറിയാണ് കുടുംബം. അതുകൊണ്ടാണ് സ്നേഹം പറഞ്ഞ സോദരർ ഐക്യമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, അത് ആ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്, 133 സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ സഹോദരന്മാർ സ്നേഹത്തോടെ ജീവിച്ചാൽ അവിടെ നിത്യജീവനുണ്ടാകും, അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാകും. ഇതാണ് ഈ കുടുംബയോഗം നിലനിൽക്കേണ്ടതിൻ്റെയും ഒറ്റപ്പെടൽ ഒഴിവാക്കേണ്ടതിൻ്റെയും ഒക്കെ പ്രാധാന്യം ഇവിടെയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ അതിൻ്റെ ആവശ്യകത, നിങ്ങളുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടി, നിങ്ങളുടെ കർമ്മപരിപാടിയിൽ പറഞ്ഞതുപോലെ പരസ്പരം അറിയാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഒറ്റ മനസ്സായി കൂടിച്ചേർന്ന് എല്ലാവരും എല്ലാ വർഷവും ഞങ്ങൾ പരസ്പരം കാണും, ഓർമ്മകൾ പങ്കുവയ്ക്കും, ബന്ധങ്ങൾ പുതുക്കും എന്ന് ആവർത്തിച്ച് ചെയ്യും എന്ന പ്രതിജ്ഞയോട് ഇന്ന് ഈ കുടുംബയോഗത്തിൽ നമുക്ക് സംബന്ധിക്കാം. വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ഇന്നത്തെ ഈ കുടുംബയോഗം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. എന്നെ ക്ഷണിച്ചതിന് നന്ദി.